ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മൾ ഡൽഹിയിലെത്തി. നമ്മൾ തൃശ്ശൂർ ടു ഡൽഹി ഒരു 2 ദിവസത്തെ ട്രാവൽ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഡൽഹിയിൽ ഒരു ചെറിയൊരു ഹോട്ടലൊക്കെ എടുത്ത് നമ്മൾ ഫ്രഷപ്പൊക്കെ ആയി നമ്മൾ അവിടുത്തെ തന്നെ ഒരു ടിബറ്റൻ കോളനി എന്ന് പറയുന്നൊരു കോളനിയിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ മണാലിക്കുള്ള വോൾവോ ബസ് എത്തുന്നത് വരെ നമ്മളൊന്ന് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് കയറിയതാണ് കേട്ടോ. അടിപൊളി ഒരു സ്ഥലമാണ്, നല്ല അടിപൊളി വൈബൊക്കെ ഉള്ളൊരു പ്ലേസാണ് കേട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണത്. ഇതിൻ്റെ പേര് ഞാൻ അവിടെ എഴുതി വെച്ചത് കണ്ടതാണ് കേട്ടോ, ഈ ടിബറ്റൻ കോളനി. ഒരു ചൈന വൈബ്, നമ്മൾ ചൈന എന്ന് പറയുന്ന ഒരു കൺട്രിയിലേക്കൊക്കെ പോയ ഒരു ഫീലായിരുന്നു. ഞങ്ങൾ അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഇനി നമുക്ക് എല്ലാം വീഡിയോസിൽ കാണാം. നമ്മൾ ഡൽഹി തൊട്ടിട്ട് നമ്മൾ മണാലി എത്തുന്നത് വരെ, റീച്ച് ചെയ്യുന്നത് വരെയാണ് ഈ വ്ളോഗിൽ ഉണ്ടാവുക കേട്ടോ. മറ്റേ നമ്മുടെ ടൂറിന്റെ ആള് ഭയങ്കര റേറ്റ് ആയിരിക്കും. എങ്ങനെയുണ്ട്? ആണോ? നമ്മുടെ കാണിക്കും പെട്ടി മാത്രം ഞങ്ങൾക്ക് കൂട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കുറച്ചധികം നേരം ഡൽഹിയിൽ സമയം കിട്ടിയിരുന്നു കേട്ടോ, വന്നതിന് ശേഷം, ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം. കാരണം നമ്മുടെ വോൾവോ ബസ് വരെ വൈകുന്നേരം 5:30-ക്കായിരുന്നു. അപ്പോൾ അത്ര നേരം നമുക്ക് സമയം കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഏരിയാസ് ഒന്ന് കാണാനൊക്കെ ശ്രമിച്ചു കേട്ടോ, അവിടെ അടുത്തുള്ളത്. അങ്ങനെ നമ്മളൊരു സ്പോട്ടിൽ, ഏതോ ഒരു ചർച്ചിൻ്റെ ഫ്രണ്ടിലായിരുന്നു ഈ വോൾവോ ബസ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ വന്നു, ലിസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി അവർ കൺഫേം ചെയ്ത് അവർ നമ്മളെ കയറ്റി നമ്മുടെ സീറ്റ്സൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. ഇതാണ് നമ്മുടെ സീറ്റ് ഗൈസ്. നമ്മളിനി മണാലിക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ്. ഞങ്ങൾ മൊത്തത്തിൽ കുറേ വീഡിയോസൊക്കെ എടുത്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇനി നമ്മൾ ഡയറക്റ്റ് ടു മണാലിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് നമ്മൾ ഡിന്നറിനും അതുപോലെ തന്നെ രാവിലെ മോർണിംഗ് ടീക്കും ടീ ബ്രേക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെ ഇറങ്ങുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഫുൾ ട്രാവലായിരിക്കും. നമുക്ക് എത്രയോ 12 hours എന്തോ ട്രാവൽ ഉണ്ട് കേട്ടോ മണാലിക്ക്, ഹിമാചൽ പ്രദേശിലേക്ക്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടിയ വിവരങ്ങൾ. ചെക്കനെ എങ്ങനെ കണ്ടുപിടിച്ചതാവും. പിന്നെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. എന്നെ നോക്കിയത് ഇപ്പൊ ഇത് കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ? കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ? നാച്ചുറൽ ലുക്ക്. കാപ്പി കൊള്ളാം. ഡോമിനോസിന്റെ കാശ് കൊടുക്കല്ലേ? ഒരു 9 മണി ടൈമിൽ നമ്മുടെ ബസ് ഒരു സ്പോട്ടിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡിന്നർ കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർക്ക് ഡിന്നർ പോയി കഴിക്കാമായിരുന്നു. നമ്മുടെ ബസ്സിൽ ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുൾ കപ്പിൾസ് ആയിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഫാമിലീസും ഉണ്ടായിരുന്നു. ഫുൾ എനിക്ക് തോന്നുന്നു മലയാളികൾ തന്നെയായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എല്ലാവരുടെയും സംസാരമൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുമല്ലോ, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ. അങ്ങനെ ഒരുവിധം കപ്പിൾസ് തന്നെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് കയറുമ്പോൾ തന്നെ ഫുഡ് കഴിച്ചുകൊണ്ട് പിന്നെ ഇവിടെ നിന്നൊന്നും കഴിക്കാൻ നിന്നില്ല കേട്ടോ. പക്ഷെ ഞങ്ങളൊരു കോഫി കുടിച്ചു. പക്ഷെ അതിന് ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി മോർണിംഗിൽ നമ്മളതേ മണാലി റീച്ച് ആയിട്ടുണ്ട്. പിന്നെയും കുറച്ച് ട്രാവൽ ഉണ്ടായിരുന്നു കേട്ടോ. എത്ര മണിയാണ്? 7 മണിയായി ഗൈസ്. നമ്മളെത്തിയിട്ടില്ല. ഇതിപ്പോൾ പക്ഷെ മണാലി തന്നെയാന്ന് തോന്നുന്നുണ്ട് അല്ലേ? മണാലിയുടെ ഒരു ഭാഗം തന്നെയല്ലേ അല്ലേ? ഞാൻ ചായ കുടിച്ചു. കാപ്പിയല്ലേ കുടിച്ചേ? സോറി, കാപ്പി കുടിച്ചു. എന്നിട്ട് നമ്മളെ വീണ്ടും ബസ്സിൽ കയറി പോവാം.
പൊളി സ്ഥലട്ടാ. അങ്ങനെ നമ്മൾ മണാലിയിൽ ബസ് സ്റ്റാൻഡിൽ എത്തി കേട്ടോ. അവിടെയാണ് നമ്മുടെ ബസ് ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഓരോ ക്യാബുകൾ വന്ന് നമ്മളെ കൊണ്ടുപോകും കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ പാക്കേജിൽ, ഇത് നമ്മളൊരു പാക്കേജിൻ്റെ ബേസിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ പാക്കേജിൽ ഉള്ളതാണ് ഈ ക്യാബും കാര്യങ്ങളൊക്കെ. ഇനി ഈ ക്യാബ് നമുക്ക് വേണ്ടി മാത്രമായിരിക്കും സഞ്ചരിക്കുക. നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഇഷ്ടംപോലെ സമയം. സോ ഈ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. ബാക്കി വ്ളോഗ് അടുത്ത പാട്ടിൽ കാണാം. അല്ലെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും കേട്ടോ എല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ. സോ സ്റ്റേ ട്യൂൺ.